ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ തോരൻ അഥവാ ഉപ്പേരി. ഞാൻ ഇന്നിവിടെ ബീൻസ് വെച്ചിട്ടുള്ള നല്ലൊരു തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ബീൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിൾ കൂടിയാണ് ബീൻസ്. ബീൻസിൻ്റെ തോരൻ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ബീൻസ് തോരൻ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഞാനിവിടെ ബീൻസ് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബീൻസ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബീൻസിൻ്റെ രണ്ട് സൈഡിലും നാരുണ്ടായിരിക്കും. ആ നാരൊക്കെ പോക്കിയതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കാം. ഒരു അര ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്തിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് മൂത്തിയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് നമുക്ക് വറവ് താളിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീൻസ് വറവ് താളിച്ചതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ബീൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിലുള്ള നാര് കളഞ്ഞതിന് ശേഷം മാത്രം ബീൻസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർക്കാതെയും നമുക്ക് ബീൻസ് വേവിക്കാവുന്നതാണ്. നമുക്ക് ആവിയിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ബീൻസ് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ചീന്തിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ബീൻസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കും. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ആവി കൊള്ളിച്ചെടുക്കാം. ആവി കൊള്ളിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് നമ്മുടെ ബീൻസ് തോരൻ എന്ന് പറയുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതുമാണ് നമ്മുടെ ബീൻസ് തോരൻ. ബീൻസിൽ ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ ഫൈബറും വൈറ്റമിൻ B12 ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ക്യാൻസറിനെ വരെ ചെറുക്കാനുമുള്ള കഴിവ് ബീൻസിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബീൻസ് നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്